അവിടെ നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് ദാനധർമ്മം. ദാനധർമ്മം നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ദാനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ദാനം കൊടുക്കുക, പാവപ്പെട്ടവർക്ക് ദാനം കൊടുക്കുക, സഭയുടെ ചില മിഷനറിമാർക്ക് ദാനം കൊടുക്കുക, ദാനധർമ്മം നടത്തുക. അങ്ങനെ ഉദാരമായി ദാനധർമ്മം കൊടുക്കുക. ദാനധർമ്മം കൊടുക്കുമ്പോൾ നമ്മൾ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ട് അത് സമർപ്പിക്കുക ദാനധർമ്മം. അപ്പോൾ അത് അവർക്ക് അനുഗ്രഹപ്രദമായിരിക്കും. അവരുടെ ജീവിതകാലത്ത് അവർ ചില പിശുക്ക് കടത്തേണ്ടിയും വേണ്ട പോലെ ദാനധർമ്മം നടത്താതിരുന്നതിന്റെയും പൈസ പിടിച്ചു വെച്ചതിന്റെയും ഒക്കെ പല കുറവുകളുള്ളത് കൊണ്ടായിരിക്കാം അവർ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് മാറാനായിട്ട് അവരെ സഹായിക്കും നമ്മൾ അവരുടെ പേരിൽ ദാനധർമ്മം നടത്തുക. ഇനി അടുത്ത പറയുന്നത് പരിത്യാഗങ്ങൾ എടുത്തുകൊണ്ട് സമർപ്പിക്കുക. പരിത്യാഗം ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു വാക്കാണ് പരിത്യാഗം. 8ാമത്തെ പോയിന്റ്, പരിത്യാഗങ്ങൾ എടുക്കുക. അതായത് ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് ദിവസം വാട്സാപ്പ് ഉപയോഗിക്കുന്നില്ല, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നില്ല, യൂട്യൂബ് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിത്യാഗ പ്രവൃത്തി നടത്തിയിട്ട് മരിച്ചവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. പ്രത്യേകിച്ച് നവംബർ മാസത്തിലും അതുപോലെ നമ്മുടെ എന്തെങ്കിലും വേണ്ടപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊക്കെ ചെയ്യുക. നവംബർ മാസത്തിൽ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക. പരിത്യാഗം എടുക്കുക. ഇന്റർനെറ്റ് വേണ്ടാന്ന് വെക്കുക. ചില ഇഷ്ടപ്പെട്ട